ഇങ്ങനെ ഡ്യൂട്ടിക്കും പോവാണ്ട് ഇങ്ങനെ ഇരിക്കാൻ എന്ത് സുഖമാണല്ലേ. ഡ്യൂട്ടിക്കും പോണ്ട. ഈ ഒരു ദിവസം നമ്മൾ ഈ ആഴ്ചക്ക് എന്താ പറയാ, ആഴ്ചയിൽ 7 ദിവസം നമ്മൾ പണിക്ക് പോയിട്ട് ഒരു ദിവസം നമ്മളിങ്ങനെ ഓഫൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അല്ല ചുട്ടി, എന്താണ് നിന്റെ അഭിപ്രായം? എന്താണ്? എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും നോക്ക്, നമ്മള് എല്ലാ ദിവസവും പണിക്ക് പോയി ഞായറാഴ്ച ഒരു ദിവസം എന്താ പറയാ ലീവ് എടുത്തിട്ട് ഇങ്ങനെ വീട്ടിൽ എവിടേക്കും പോകാൻ പറ്റില്ല കേട്ടോ. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആ ഒരു ദിവസം പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. പക്ഷെ എവിടെയും പോകാൻ പറ്റൂല. ഇങ്ങനെ ചുമ്മാ എന്താ പറയാ, രാവിലെ എണീക്കുക, വീട്ടില് കുളിക്കുക, വീട്ടിലെ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഫുഡ് പറഞ്ഞാൽ. അതെ, ഒന്നാമത് നല്ല ഇപ്പൊ എന്ന് പറയുമ്പോ നല്ല വെയിലാണ്, നല്ല വെയിൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, പുറത്തൊന്നും പോകാനോ പിടിക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല. എന്താ പറഞ്ഞാൽ വെയിലത്ത് പോയി കഴിഞ്ഞാൽ കരിക്കട്ടെ, അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെ പോയി എന്താ പറയുക, വീട്ടിൽ തന്നെ ഇരുന്ന് വീട്ടിലെ പണികളെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്ത്, തുണി അലക്കാണ്ടെങ്കിൽ തുണി അലക്കുക, ഇതെല്ലാം ചെയ്ത് സെറ്റാക്കി എടുത്ത് എന്നിട്ട് ഉച്ചക്കലത്തെ ഒരു ഫുഡും കഴിച്ചിട്ട് ഒരു ഉറങ്ങണം. ഒരു നല്ല സത്യം, നമ്മളിപ്പോ ഫുഡൊക്കെ എല്ലാം കഴിച്ചില്ലേ, ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ച് ഫുഡ് കഴിച്ച് എന്തെങ്കിലും ജ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കുടിച്ചിരുന്ന് കുറച്ച് ഫാനും കാര്യങ്ങളെല്ലാം കൊണ്ട് എന്താ പറയാ, ഒരു മയക്കം, ചെറിയൊരു മയക്കം. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് വേണമെങ്കിൽ ഒരു 3 മണി 3:30 ആകുമ്പോൾ നൈസായിട്ട് എണീക്കുക, വേണമെങ്കിൽ ഒരു കുളിക്കുക, എന്നിട്ട് ഒരു 4 മണിക്ക് ഒരു കട്ടൻ അടിക്കുകയാണെങ്കിൽ അടിക്കാട്ടോ. വൈകിട്ട് ഒരു ചായ ആണെങ്കിൽ ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ട് ഒന്ന് നടക്കാനൊന്ന് ഇറങ്ങുക, ഒന്ന് ജസ്റ്റ് ബീച്ചിലേക്കോ മാളിലേക്കോ എവിടെയെങ്കിലൊക്കെ ഒന്ന് പോവുക. കഴിഞ്ഞു. ഇതാണ് സൺഡേ, ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ പരിപാടി എന്ന് പറയുന്നത്. പക്ഷെ നമ്മള് മാക്സിമം വീട്ടിൽ ഇവിടെ ഒന്നും ഇരിക്കില്ല കേട്ടോ. നമ്മള് വീട്ടിലൊന്നും നമ്മൾ ഇരിക്കുകയില്ല. ചില ദിവസങ്ങളിൽ തന്നെ സൺഡേ ആവട്ടെ മൺഡേ ആവട്ടെ നമ്മൾ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഞങ്ങള് രാവിലെ എണീറ്റ് ഫ്രഷ് ആയി പിന്നെ വേഗം തന്നെ നമ്മൾ പുറത്തൊക്കെ പോകും അല്ലേ. അതെ. അപ്പോ എന്താ പറയാ, അങ്ങനെയാണ് നമ്മളപ്പോ മാക്സിമം എല്ലാ ലീവിനും ഞങ്ങൾ ഒന്നിച്ച് എന്തെങ്കിലും ഒരു പ്ലാൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഈ ഒരു ലീവ് പ്ലാൻഡ് അല്ല, അപ്പൊ പെട്ടെന്ന് കിട്ടിയ ലീവുമ്പോൾ ഒന്നും പ്ലാൻ ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ഞങ്ങളൊന്നും പ്രീ പ്ലാൻഡ് അല്ല, ഞങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ രണ്ടും ഇറങ്ങി പോകുന്നത്. കാരണം ഇവന്റെ കാര്യം നോക്കുന്നത് ഞാനാണ്, എന്റെ കാര്യം നോക്കുന്നത് ഇവനാണ്. അത്ര തന്നെ. പോവല്ലേ? ഓക്കെ. ഇവൻ ചോദിക്കും പോവല്ലേ? ഓക്കെ. ഞങ്ങൾ ഇറങ്ങി പോയി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. പക്ഷെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ദിവസം പോണ വഴി അറിയില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് സമയം പോണതേ അറിയില്ല. ഇപ്പൊ സമയം കറക്റ്റ് എത്രയാടാ? ഇപ്പൊ കറക്റ്റ് സമയം എത്രയാണ്? 1:30 ആയിട്ടുള്ളൂ. ഞങ്ങള് ഫുഡ് 1 മണിക്ക് കഴിച്ച് ഒരു മണിക്ക് കറക്റ്റ് 1 മണിക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ച് 1:30 ഒക്കെ ആകുമ്പോഴേ, ഇപ്പൊ 1:30 ആയിട്ടുള്ളൂ. 1:15 10-15 മിനിറ്റോടൊക്കെ കഴിച്ചു കഴിഞ്ഞില്ലേ. അപ്പോൾ എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞങ്ങൾ തന്നെ എത്ര നേരം ആയിട്ടും ശരിക്കൊരു എന്താ പറയുക 1:30 ആയിട്ടുള്ളൂ പറയാം. ഇനിയും ഒരുപാട് സമയങ്ങൾ നമുക്ക് ബാക്കിയാണ്, മനസ്സിലായ? ഒരുപാട് സമയങ്ങൾ നമുക്ക് ഇനിയും ബാക്കിയാണ്. അപ്പോൾ ആ ഒരു സമയം ഗ്യാപ്പിൽ നമുക്ക് നേരെ പോയി ഫുഡൊക്കെ കഴിച്ചല്ലേ. ഇനിയിപ്പോൾ നൈസായിട്ടൊരു ഉറക്കം, നല്ലൊരു ഉറങ്ങണം. വൈകുന്നേരം നല്ല സെറ്റായിട്ട് ചായ ഒക്കെ കുടിച്ച് ഒരു ഫിലിമിനൊക്കെ പോയി. അതൊക്കെ അല്ലേ വൈബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പൊളിക്കും, സെറ്റാക്കണം. അപ്പം ഞങ്ങളും അതുപോലെ തന്നെയല്ലേ ഗൈസ്, നിങ്ങളും ഇതുപോലെയൊക്കെ തന്നെയല്ലേ? ഒരു സൺഡേ ഒക്കെ ഇതേപോലെയല്ലേ പരിപാടി? അതെ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണം. സൺഡേ എന്തൊക്കെയാണ് പ്രോഗ്രാം എന്നുള്ളത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ബൈ ഗൈസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം, വേറെ ഓരോരോ വിശേഷങ്ങളുമായിട്ട്. അപ്പോൾ ബൈ, സീ യു.